മന്ത്രി സണ്ണി ജോസഫിന്റെ പേഴ്സണൽ സ്റ്റാഫിലെ ബന്ധു നിയമനത്തിൽ KPCC നേതൃയോഗത്തിൽ രൂക്ഷ വിമർശനം. നിയമനം കരുതലോടെ വേണമെന്ന് നേതാക്കൾ യോഗത്തിൽ അഭിപ്രായപ്പെട്ടു. വിനീഷ് വിശദാംശങ്ങൾ നൽകാൻ തയ്യാറാണ്. വിനീഷ്, KPCC നേതൃയോഗം നടക്കുന്ന ഘട്ടത്തിൽ KPCC അധ്യക്ഷനെതിരെ തന്നെ നേതാക്കൾ സംസാരിച്ചോ? ബന്ധു നിയമന വിവാദം ജനം TV ആണല്ലോ ആദ്യം റിപ്പോർട്ട് ചെയ്തത്. കഴിഞ്ഞ ദിവസം നിയമസഭയിൽ ഇതുമായി ബന്ധപ്പെട്ട ബഹളമുണ്ടായി. ഇപ്പോൾ KPCC നേതൃയോഗത്തിൽ എന്താണ് സംഭവിച്ചത്? തീർച്ചയായിട്ടും അത്തരത്തിൽ തന്നെയാണ്. ജനം TV ആണ് ഈ ബന്ധു നിയമനവുമായി ബന്ധപ്പെട്ടുള്ള വാർത്ത ആദ്യം പുറത്തുപെടുത്തുന്നത്. പ്രത്യേകിച്ച് സണ്ണി ജോസഫിൻ്റെ അളിയനെ ബെന്നി തോമസിനെ പേഴ്സണൽ സ്റ്റാഫിലേക്ക് കയറ്റിയതുമായി ബന്ധപ്പെട്ടുള്ള വാർത്തയായിരുന്നു ജനം TV അതിൻ്റെ ഓർഡർ സഹിതം സർക്കാർ ഇറക്കിയ ഉത്തരവ് സഹിതം പുറത്തുവിട്ടത്. ആ പുറത്തുവിടുന്ന ഘട്ടത്തിൽ തന്നെയാണ് വലിയ വിമർശനങ്ങൾ പാർട്ടിക്കുള്ളിൽ നിന്ന് തന്നെ ഉണ്ടാകുന്ന ഒരു സാഹചര്യമുണ്ടായി. അത് വീണ്ടും പാർട്ടിക്കുള്ളിൽ വലിയ ചർച്ചയിലേക്ക് വഴിവെച്ചു. പിന്നെ തുടർച്ചയായി അത് നിയമസഭയിലും ചർച്ചയാകുന്ന ഘട്ടത്തിലേക്കൊക്കെ കാര്യങ്ങളെത്തി. ഇപ്പോൾ എത്തി നിൽക്കുന്നതാകട്ടെ KPCCയുടെ നേതൃയോഗത്തിലാണ്. ഈ KPCC നേതൃയോഗത്തിലും രൂക്ഷമായ വിമർശനം തന്നെയാണ് സംസ്ഥാന അധ്യക്ഷൻ കൂടിയായ KPCC അധ്യക്ഷൻ കൂടിയായ സണ്ണി ജോസഫിനെതിരെ ഉയരുന്നത് എന്ന കാര്യത്തിൽ സംശയമില്ല. കാരണം സ്വന്തം അളിയനെ ബെന്നി തോമസിനെ ഇത്തരത്തിൽ പേഴ്സണൽ സെക്രട്ടറിയായി ചുമതലപ്പെടുത്തുന്നു. അത് പാർട്ടിക്ക് അപമതിപ്പുണ്ടാകുന്ന തരത്തിലാണ്. പാർട്ടി പ്രവർത്തകരെ ഒഴിവാക്കി നിർത്തിക്കൊണ്ട് ബന്ധു നിയമനം സജീവമായി തന്നെ സംസ്ഥാനത്ത് നടത്തുന്നു. ഒപ്പം മറ്റു മന്ത്രിമാർക്കെതിരെയും ഇത്തരത്തിലുള്ള വിമർശനങ്ങൾ ഉയരുന്നുണ്ട്. പ്രത്യേകിച്ച് മറ്റു ഇതര പാർട്ടിയിലുള്ളവരെ, അടുപ്പക്കാരെ അടക്കമുള്ളവരെ, പാർട്ടി നേതൃത്വത്തിൽ ഇതുവരെ പ്രവർത്തിക്കാത്തവരെയും പ്രത്യേകിച്ച് ഭരണം കിട്ടിയ സാഹചര്യത്തിൽ നിയമനവുമായി മന്ത്രിമാർ തന്നെ രംഗപ്രവേശനം നടത്തുന്ന ഒരു സാഹചര്യമുണ്ടായി. ഒപ്പം തന്നെ മറ്റു ഇതര സ്ഥാപനങ്ങളിൽ ഉൾപ്പെടെ നിയമനങ്ങൾ നടത്തുമ്പോൾ അത് മന്ത്രിമാർ കത്ത് നൽകുന്നു. ഇതൊക്കെ തന്നെ നിലവിലെ സാഹചര്യത്തിൽ വലിയ രീതിയിൽ പാർട്ടിക്ക് അപമതിപ്പുണ്ടാക്കുന്നു. പ്രത്യേകിച്ച് യാതൊരു വിധമായ മാനദണ്ഡവും പാലിക്കാതെയാണ് ഇത്തരത്തിലുള്ള നിയമനങ്ങൾക്ക് മന്ത്രിമാർ തന്നെ നേരിട്ട് ഉത്തരവിറക്കുന്ന സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തുന്നു എന്ന തരത്തിലുള്ള ഒരു വിമർശനമാണ്. പേരെടുത്ത് പറഞ്ഞത് സണ്ണി ജോസഫിൻ്റെ നിയമനവുമായി ബന്ധപ്പെട്ട് സണ്ണി ജോസഫ് സ്വന്തം അളിയനെ പേഴ്സണൽ സ്റ്റാഫായി നിയമിച്ചതുമായി ബന്ധപ്പെട്ട ഉള്ള കാര്യത്തിലാണ്. അങ്ങനെ പേരെടുത്തുള്ള ഒരു വിമർശനം തന്നെയാണ് ഇന്നത്തെ KPCC നേതൃയോഗത്തിൽ ഉണ്ടായിരിക്കുന്നത്. എന്തായിരുന്നാലും ഇനിയും നിയമനങ്ങൾ നടക്കുമ്പോൾ അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ മുൻകൂട്ടി പാർട്ടിയുമായി ആലോചിക്കണമെന്ന തരത്തിലുള്ള ചർച്ച ഉയർന്നെങ്കിൽ പോലും പക്ഷേ അത് മുഖവിലേക്ക് അടക്കാൻ ഉയർന്ന അല്ലെങ്കിൽ ഉന്നത നേതാക്കൾ ഇതുവരെയും മുഖവിലേക്ക് എടുക്കാത്ത ഒരു സാഹചര്യമാണ് ഉണ്ടായിരുന്നത് എന്ന് സംബന്ധിച്ചുള്ള ആക്ഷേപങ്ങളും ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. എന്തായിരുന്നാലും നിലവിൽ ഈ പേഴ്സണൽ സ്റ്റാഫ് എടുത്തതുമായി ബന്ധപ്പെട്ട് സ്വന്തം അളിയനെ തൻ്റെ വകുപ്പിൽ തന്നെ പേഴ്സണൽ സ്റ്റാഫായി നിയമിച്ചതുമായി ബന്ധപ്പെട്ട് തൻ്റെ പേഴ്സണൽ സ്റ്റാഫുമായി നിയമിച്ചതുമായി ബന്ധപ്പെട്ടുള്ള ഒരു വിവാദം കത്തി നിൽക്കുന്നതിനിടയിൽ തന്നെയാണ് KPCC നേതൃയോഗത്തിലും ഇത് ചർച്ചയാകുന്നതും വിമർശനമായി ഉയർന്നു വരുന്നതും. ജനം TV വാർത്തയായ ബന്ധു നിയമന വിവാദം KPCC നേതൃയോഗത്തിൽ ബഹളത്തിന് വഴിവെച്ചിരിക്കുകയാണ്. KPCC അധ്യക്ഷനും വൈദ്യുതി മന്ത്രിയുമായ സണ്ണി ജോസഫ് സ്വന്തം ബന്ധുവിനെ പേഴ്സണൽ സ്റ്റാഫായി നിയമിച്ചതുമായി ബന്ധപ്പെട്ടുള്ള ജനം TV വാർത്തയാണിന്നിപ്പോൾ KPCC നേതൃയോഗത്തിൽ ചർച്ചയായത്. കരുതലോടെ വേണമായിരുന്നു നിയമനം എന്ന വിമർശനം നേതാക്കൾ ഉന്നയിച്ചതായി അറിയാൻ കഴിയുന്നു. ബിനീഷാണ് വിശദാംശങ്ങളുമായി ചേർന്നത്.